അപ്പോൾ നമ്മളൊരു കാറിൽ യാത്ര ചെയ്യാണ്. അപ്പോൾ കാറിൻ്റെ സൈഡ് ഇഫക്റ്റ് എന്താണ്? പൊല്യൂഷനാണ്. കാറിൻ്റെ സൈഡ് ഇഫക്റ്റ് ആണ് ആക്സിഡൻസ് എന്നുള്ളത്. അപ്പോൾ ഒരാൾ ചോദിക്കുകയാണ്, ആക്സിഡൻ്റ് ഇല്ലേ, അതുകൊണ്ട് കാർ ഓടിക്കാതിരുന്നാലോ എന്ന്. ലോകത്ത് സൈഡ് ഇഫക്റ്റ് ഇല്ലാത്ത ഒരു സംഗതി ഒരാൾക്ക് പോലും കൊണ്ടുവരാൻ കഴിയില്ല. ഒരു സംഗതിക്ക് സൈഡ് ഇഫക്റ്റ് ഇല്ല എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം അതിന് ഇഫക്റ്റും ഇല്ല എന്നുള്ളതാണ്. ഇത്രയും പ്രോസസ്സ് കഴിഞ്ഞ് വരുന്ന ഡ്രഗ്സിനും നമ്മൾ സൈഡ് എഫക്ട്സ് ഉണ്ട് എന്ന് പറയുന്നുണ്ട് അല്ലേ? അപ്പോൾ എന്താണ് പിന്നെ ഇത്രയും ഈ പ്രോസസ്സ് കഴിഞ്ഞിട്ടും ഇവർക്ക് ഈ സൈഡ് എഫക്ട്സും കാര്യങ്ങളൊക്കെ വരാനുള്ള കാരണം? ഇതിൽ രണ്ട് തത്വമുണ്ട്. സൈഡ് ഇഫക്റ്റ് നമ്മൾ ഒരുപാട് തെറ്റിദ്ധാരണ വിധേയമായ ഒരു സംഗതിയാണ്. ശാസ്ത്രബോധമില്ലാതെയും അതുപോലെ മറ്റു ചില നിക്ഷിപ്ത താല്പര്യമുള്ള ആളുകളും ഈ സൈഡ് ഇഫക്റ്റ് പ്രൊപ്പഗണ്ടയെ ഒരുപാട് കത്തിക്കുന്നുണ്ട്. ആദ്യമായിട്ട് മനസ്സിലാക്കേണ്ട തത്വം, പ്രകൃതിയിൽ എന്തൊരു ആക്ഷനും ന്യൂട്ടന്റെ 3ാം ചലന നിയമമാണ്. ഫോർ എവറി ആക്ഷൻ ദർ ഇസ് ആൻ ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് റിയാക്ഷൻ. ഫോർ എവറി ആക്ഷൻ ദാറ്റ് ഈസ് സ്ട്രോങ് ഇനഫ് ടു മേക്ക് എ ചേഞ്ച് ഹാസ് എ സൈഡ് ഇഫക്റ്റ് എന്നുള്ളതാണ്. അതായത് ഒരു സംഗതിക്ക് സൈഡ് ഇഫക്റ്റ് ഇല്ല എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം അതിന് ഇഫക്റ്റും ഇല്ല എന്നുള്ളതാണ്. ലോകത്ത് സൈഡ് ഇഫക്റ്റ് ഇല്ലാത്ത ഒരു സംഗതി ഒരാൾക്ക് പോലും കൊണ്ടുവരാൻ കഴിയില്ല. അത് ലോകത്തിന്റെ പ്രവർത്തന രീതിയെക്കുറിച്ച് അറിയാത്തത് കൊണ്ടാണ് സംസാരം. ഉദാഹരണം പറയാം. അപ്പോൾ നമ്മളൊരു കാറിൽ യാത്ര ചെയ്യാണ്. ഈ കാറ് യാത്ര ചെയ്യുന്നത് എളുപ്പത്തിലൊരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തെത്താനാണ്. അപ്പോൾ കാറിന്റെ സൈഡ് ഇഫക്റ്റ് എന്താണ്? പൊല്യൂഷൻ ആണ്. കാർബൺ ഡൈ ഓക്സൈഡും കാർബൺ മോണോക്സൈഡും പുറത്തേക്ക് വരുന്നു. കാറിന്റെ സൈഡ് ഇഫക്റ്റ് ആണ് ആക്സിഡൻസ് എന്നുള്ളത്. അപ്പോൾ ഒരാൾ ചോദിക്കുകയാണ്, ആക്സിഡന്റ് ഇല്ലേ, അതുകൊണ്ട് കാർ ഓടിക്കാതിരുന്നാലോ എന്ന്. അവിടെ നമ്മൾ പറയുന്നത് സ്പീഡിന് നിയന്ത്രണം പറയുന്നു, സീൽ ബെൽറ്റുകൾ പറയുന്നു. അഥവാ അവിടെ റെഗുലേറ്റഡ് ഫ്രീഡം ആണ് കൊടുക്കുന്നത്. ഒരു നിയന്ത്രണ വിധേയമായ പശ്ചാത്തലത്തിൽ അല്ലെങ്കിൽ നിയന്ത്രണ വിധേയമായ ഒരു അന്തരീക്ഷത്തിലാണ് ആ കാര്യം ചെയ്യുന്നത്. ഇത് തന്നെയാണ് മോഡേൺ മെഡിസിൻ ചെയ്യുന്നത്. നിർലോഭം മരുന്നുകൾ മാർക്കറ്റിലേക്ക് ഇറക്കാതെ അതിന് റെഗുലേറ്റഡ് ബോഡി വെച്ച് ഒരുപാട് സ്ട്രിക്റ്റ് ഗൈഡ് ലൈൻസ് വെച്ച് മരുന്നുകളെ സ്ക്രൂട്ടിനിക്ക് വിധേയമാക്കി ഒരു ഓൺഗോയിങ് റിസർച്ചിലൂടെയാണ് മരുന്നുകൾ മാർക്കറ്റിലെത്തുന്നത്. ഇതിൽ രണ്ടാമത്തെ തത്വം, പൊതുവിൽ നമുക്ക് സൈഡ് ഇഫക്റ്റും അഡ്വേഴ്സ് ഇഫക്റ്റും തമ്മിലുള്ള വ്യത്യാസം അറിയില്ല എന്നുള്ളതാണ്. സാധാരണഗതിയിൽ ഫോർ എക്സാമ്പിൾ നമ്മൾ പൊതുവെ പറയാറുണ്ട്, പാരസെറ്റമോളിന് ഒരുപാട് സൈഡ് ഇഫക്റ്റ് ഉണ്ട്, പാരസെറ്റമോൾ കഴിച്ചാൽ ലിവർ ഡാമേജ് ആകും എന്നുള്ളത്. എന്താ സംഭവിച്ചിട്ടുണ്ടാവുക? ഈ സാധാരണ മനുഷ്യൻ പോയി ഗൂഗിളിൽ സെർച്ച് ചെയ്യുന്നു പാരസെറ്റമോൾ സൈഡ് ഇഫക്ട്സ്. അപ്പോൾ കുറേ എഴുതി വരുന്നു, അതിലിങ്ങനെ കറുപ്പിച്ച് എഴുതിയിട്ടുണ്ടാവും അല്ലേ? അല്ലെങ്കിൽ മൗത്ത് പബ്ലിസിറ്റിയിലൂടെ അറിയും ആ മരുന്ന് കഴിക്കേണ്ട, ഈ മരുന്ന് കഴിക്കേണ്ട. എന്താണ് സംഭവം? സത്യത്തിൽ പാരസെറ്റമോൾ നമ്മൾ പറഞ്ഞ ഫസ്റ്റ് ആൻഡ് സെക്കൻഡ് സ്റ്റേജിലൂടെ പോകുമ്പോൾ കണ്ടെത്തുന്ന സൈഡ് ഇഫക്റ്റുകൾ, ഈ സൈഡ് ഇഫക്റ്റും അഡ്വേഴ്സ് ഇഫക്റ്റും ഉണ്ട്. ഈ സൈഡ് ഇഫക്റ്റ് എന്ന് പറഞ്ഞാൽ പേഷ്യൻറ്റിൻ്റെ ഇഫക്റ്റുമായി ബന്ധപ്പെട്ട് നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്ന എന്നാൽ പേഷ്യൻറ്റിൻ്റെ പ്രയാസത്തെ പൂർണ്ണമായിട്ടും നള്ളിഫൈ ചെയ്യാത്ത, റദ്ദ് ചെയ്യാത്ത മറ്റ് അടയാളങ്ങളാണ് സൈഡ് ഇഫക്റ്റ്. ഉദാഹരണത്തിന് പാരസെറ്റമോളിൻ്റെ സൈഡ് ഇഫക്റ്റ് ആണ് നോസിയ. ഉദാഹരണത്തിന് 100 ആളുകളിൽ 1, 2, 3 ആളുകളിൽ നോസിയ ഉണ്ടാവും, അഥവാ ഓക്കാനം. നോസിയ എന്ന് പറഞ്ഞാൽ ഓക്കാനം ഉണ്ടാകാം. നമ്മൾ എത്രയോ കാലമായിട്ട് പാരസെറ്റമോൾ കഴിക്കുന്നുണ്ടാവും. നമ്മളിൽ എത്ര പേർക്ക് ഓക്കാനം ഉണ്ടായിട്ടുണ്ടെന്ന് ആലോചിച്ചാൽ നോസിയ എത്രത്തോളം അൺകോമൺ ആണ് എന്ന് നമുക്ക് മനസ്സിലാവും. പാരസെറ്റമോളിൻ്റെ അഡ്വേഴ്സ് ഇഫക്റ്റ് ആണ് ഹെപ്പാറ്റിക് ഇഞ്ചുറി, അല്ലെങ്കിൽ ലിവറിൽ ക്ഷതമേൽക്കുക, ലിവറിൽ നീര് വരിക, ലിവർ തകരാറിലാവുക എന്നുള്ളത്. അഡ്വേഴ്സ് ഇഫക്റ്റ് സംഭവിക്കണമെങ്കിൽ 0.1% താഴെ വരണം. എന്താണ് ഇതിലൂടെ മനസ്സിലാക്കേണ്ടത്? നമ്മളിൽ എത്ര പേർക്ക് പാരസെറ്റമോൾ കഴിച്ച് ലിവർ ഇഞ്ചുറി വന്നിട്ടുണ്ടെന്ന് ചോദിച്ചാൽ നമ്മൾ കണ്ടിട്ടില്ല, നമ്മൾ സൊസൈറ്റിയിൽ കണ്ടിട്ടില്ല. അൺലെസ് പേഷ്യൻ്റ് 10 ഗ്രാമിൻ്റെ മുകളിൽ പാരസെറ്റമോൾ ഒരു ദിവസം കഴിച്ച് ലിവർ ഡോസേജിൻ്റെ മുകളിൽ പോകുമ്പോൾ, നേരത്തെ നമ്മൾ കാറിൻ്റെ ഉദാഹരണം പറഞ്ഞു, ഒരു BMW പുതിയ കാറ് വാങ്ങിച്ച് ഭിത്തിയിൽ ഇടിച്ചു കയറ്റിയാൽ BMW കാരുടെ കുറ്റാണെന്ന് പറഞ്ഞാൽ എങ്ങനെ ഉണ്ടാവും? BMW പറഞ്ഞ മാനുവൽ വായിക്കാതെ ആ റൂള് ഫോളോ ചെയ്യാത്ത ആളെ നമ്മൾ അയാളെയാണ് പബ്ലിക്കിൽ സ്ക്രൂട്ടിനി ചെയ്യുക അല്ലേ? അപ്പോൾ ഇതുപോലെയാണ് ഈ വിഷയത്തിലുള്ളത്. സൈഡ് ഇഫക്റ്റുകളാണ് നമ്മൾ ചർച്ച ചെയ്യേണ്ടത്, അഡ്വേഴ്സ് ഇഫക്റ്റുകളല്ല. ഈ സൈഡ് ഇഫക്റ്റ് അറിയുന്ന ആളാണ് ആ ഡോക്ടർ, ആ ബിശ്വഗുരൻ. അപ്പോൾ ഒരു പേഷ്യൻ്റ് ഒരു ബുദ്ധിമുട്ടായിട്ട് വരുമ്പോൾ ആ സൈഡ് ഇഫക്റ്റ് അയാളെ ബാധിക്കുമോ ഇല്ലയോ എന്ന് വ്യക്തമായിട്ട് അദ്ദേഹത്തിന് അറിയാം. നമ്മൾ പൊതുവേ മോഡേൺ മെഡിസിനിൽ എപ്പോഴും പറയാറുള്ള സംഗതിയാണ് റിസ്ക് വേഴ്സസ് ബെനിഫിറ്റ് എന്നുള്ളത്. ഇപ്പോൾ നമ്മൾ യാത്ര ചെയ്യാൻ പോവുകയാണ്, കാറിൽ യാത്ര ചെയ്യാൻ പോകുമ്പോൾ ആക്സിഡൻറ്റ് ഉണ്ടാകാനുള്ള സാധ്യതയാണ് നമുക്കൊരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തെത്തുന്നതിനേക്കാൾ പ്രാധാന്യമെങ്കിൽ നമ്മൾ യാത്ര ചെയ്യാതിരിക്കുക എന്നുള്ളതാണ്. നമ്മൾ യാത്ര ചെയ്യുന്നില്ലേ? തീർച്ചയായിട്ടും യാത്ര ചെയ്യുന്നുണ്ട്. ഇതുപോലെ ഒരു പേഷ്യൻ്റ് ഫീവറുമായി ബന്ധപ്പെട്ട് വരുന്നു, തീവ്രമായ താപ നിയന്ത്രണം നഷ്ടപ്പെട്ട പേഷ്യൻ്റ്, ഫിബ്രൈൽ ഡെലീരിയം, ഫിബ്രൈൽ സീഷർ അഥവാ അപസ്മാരം, ബോധാവസ്ഥ നഷ്ടപ്പെടുക, ഇത്തരത്തിലുള്ള ഫീവറിൻ്റെ അതികഠിനമായ സ്റ്റേജിൽ വരുമ്പോൾ ഈ പേഷ്യൻറ്റിൽ നമ്മൾ നോസിയാണോ ഭയക്കുന്നത് അതോ പനിയുടെ കോംപ്ലിക്കേഷൻ ആണോ ഭയക്കുന്നത്? തീർച്ചയായിട്ടും അല്ലേ? അതെ. അപ്പോൾ അവിടെ നമ്മുടെ ബെനിഫിറ്റ് റിസ്കിനെ ഔട്ട്വേ ചെയ്യാണ്. ഈ ഒരു പ്രതലത്തിൽ നിന്നുകൊണ്ടാണ് സൈഡ് ഇഫക്റ്റ് എന്ന് പറയുന്ന തത്വത്തെ നമ്മൾ മനസ്സിലാക്കേണ്ടത്. അഥവാ മോഡേൺ മെഡിസിൻ അതിൻ്റെ സൈഡ് ഇഫക്റ്റുകൾ
ജനറൽ പബ്ലിക്കിൻ്റെ മുമ്പിൽ അഥവാ ഇൻ്റർനെറ്റ് ഡൊമൈൻസിൽ പറയുന്നുണ്ടെങ്കിൽ അത് ആ ശാസ്ത്ര മേഖലയുടെ സുതാര്യതയാണ് കാണിക്കുന്നത്. മറ്റൊരു അർത്ഥത്തിൽ പറഞ്ഞാൽ ആരെങ്കിലും അങ്ങനെ സൈഡ് ഇഫക്റ്റ് പബ്ലിഷ് ചെയ്യുന്നില്ലെങ്കിൽ ഒന്നുകിൽ അവർക്ക് സുതാര്യതയില്ല, അല്ലെങ്കിൽ അത് അവർക്ക് അറിയില്ല. അതായത് ഈ സൈഡ് എഫക്ട്സിനെ കുറിച്ചൊരു പഠനം നടത്താൻ പറ്റുന്നതുകൊണ്ടാണ് തീർച്ചയായിട്ടും ഇത്തരത്തിൽ 1, 2, 3 സൈഡ് എഫക്ട്സ് നമുക്ക് ഓരോ മരുന്നിന് പറയാൻ പറ്റുന്നത്. തീർച്ചയായിട്ടും ഡ്രഗ് ടു ഡ്രഗ് ഇന്ററാക്ഷൻ, ഒരു ഡ്രഗും മറ്റൊരു ഡ്രഗും ഉപയോഗിക്കുന്ന സമയത്ത് വരാവുന്ന റിയാക്ഷൻ, അങ്ങനെ എല്ലാം നമ്മൾ പഠനം നടത്തിയിട്ടാണ് ഈ കാര്യങ്ങൾ പ്രസിദ്ധീകരിക്കുന്നത്. തീർച്ചയായിട്ടും ഇതിനെക്കുറിച്ച് പഠനം നടത്താത്തവർക്കോ അല്ലെങ്കിൽ ഇത്തരത്തിലൊരു പ്രക്രിയ ഇല്ലാതെ മരുന്ന് ഇറക്കുന്നവർക്കോ സൈഡ് എഫക്ട്സ് ഉണ്ടാവില്ല. നമ്മൾ പൊതുവെ പറയാറില്ല ഇഗ്നോറൻസ് ഈസ് ബ്ലിസ് എന്ന്. പലപ്പോഴും അറിവില്ലായ്മയാണ് ചൂഷണം ചെയ്യപ്പെടുന്നത്. തീർച്ചയായിട്ടും. ഒരുപക്ഷെ ആൾക്കാർ ഇത്രയും ഒരു പ്രോസസ്സ് കഴിഞ്ഞിട്ടാണ് ഒരു മരുന്ന് മാർക്കറ്റിലോട്ട് ഇറങ്ങുന്നത്, ഇതിൻ്റെ സൈഡ് എഫക്ട്സ് എന്ന് പറയുന്നത് ഇങ്ങനെയാണ് എന്നൊക്കെ അറിഞ്ഞു കഴിഞ്ഞാൽ കുറച്ചും കൂടെ അവർക്ക് അനാവശ്യമായിട്ടുള്ള, അതായത് മരുന്ന് കഴിക്കേണ്ട സമയത്ത് ഈ സൈഡ് എഫക്ട്സ് പേടിച്ചിട്ട് ഇവർ മരുന്ന് കഴിക്കാതെ വരുത്തി വെക്കുന്ന അപകടങ്ങൾ അതിലേറെ വലുതാണ്. പ്രത്യേകിച്ച് നമ്മുടെ ഷുഗർ, പ്രഷർ എന്നൊക്കെ പറയുമ്പോൾ പലരും മരുന്ന് കഴിക്കാൻ മടിക്കുന്നത് ഈ സൈഡ് എഫക്ട്സ് പേടിച്ചിട്ടാണ്. ശരിക്കും ഈ സൈഡ് ഇഫക്ട്സ് എന്ന് പറയുമ്പോൾ ടോക്സിക്കോളജിയിൽ ഒരു സ്റ്റേറ്റ്മെന്റ് ഉണ്ട്, ദ ഡോസ് ഡിസൈഡ്സ് ദി പോയിസൺ എന്നുള്ളത്. അതായത് ലോകത്തെ എന്തൊരു വസ്തുവും നമ്മൾ പറയില്ലേ അമിതമായാൽ അമൃതവും വിഷം. നമ്മൾ സർജറിയിലൊക്കെ പഠിക്കുമായിരുന്നു 6 ലിറ്ററിന്റെ മുകളിൽ വാട്ടർ കുടിച്ചു കഴിഞ്ഞാൽ വാട്ടർ ടോക്സിസിറ്റി വരും. അനാവശ്യമായിട്ട് ഓക്സിജൻ നമ്മുടെ ബോഡിയിലേക്ക് പമ്പ് ചെയ്താൽ, ഓക്സിജൻ ഒരു വൈറ്റലി നമ്മുടെ സർവൈവലിന് വേണ്ട സംഗതിയാണ്, പക്ഷെ ഓക്സിജൻ പമ്പ് ചെയ്ത് കഴിഞ്ഞാൽ അത് ടോക്സിസിറ്റിയിലേക്ക് പോകും. എന്തൊരു വസ്തുവും ആവശ്യത്തിലധികം, ഹൈപ്പർ വൈറ്റമിനോസിസ് എന്ന് പറയും, വിറ്റാമിൻ കൂടിയാൽ പോലും ടോക്സിസിറ്റിയാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഒരു മരുന്ന്, അത് ഇംഗ്ലീഷ് മരുന്ന്, സോ കോൾഡ് ഇംഗ്ലീഷ് മരുന്നാവട്ടെ, കഴിക്കുന്ന ഭക്ഷണമാകട്ടെ, ശ്വസിക്കുന്ന ഓക്സിജൻ ആവട്ടെ, ആവശ്യത്തിന് അധികമായി കഴിഞ്ഞാൽ അത് ടോക്സിസിറ്റി തന്നെയാണ്. മോഡേൺ മെഡിസിൻ ഫ്രെയിം ചെയ്തിരിക്കുന്നത് ഒരു ഹിപ്പോക്രാറ്റിക് സ്റ്റേറ്റ്മെൻറ്റിൻ്റെ മുകളിലാണ്. അതിങ്ങനെയാണ്, പ്രൈമം നിൽ നൊസീറി, ഫസ്റ്റ് ഡു നോ ഹാം. അതിൽ നിന്നാണ് മോഡേൺ മെഡിസിൻ പടുത്തുയർത്തപ്പെട്ടിരിക്കുന്നത്.